ബാൻഡ് മേള മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടിപൊളി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച OLF മതിലകം സ്കൂളിലെ കുട്ടികൾ ദാ ഇവിടെ നിൽക്കുന്നു. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിരുന്നോ? എല്ലാവരും പറയുന്നുണ്ട് തന്നെ. നിങ്ങളൊക്കെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് നന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ അടിപൊളിയാക്കി, നമ്മൾ സൂപ്പറാക്കി എന്നുള്ളൊരു തോന്നലുണ്ടല്ലേ? നമ്മളിങ്ങനെ കുറേ പെർഫോമൻസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇവരുടെ ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിക്കാറുണ്ടോ? ആരാ നമുക്കിത് പഠിപ്പിച്ചു തരുന്ന മാഷുണ്ടോ? സാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആവണം, ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് നോക്കാറുണ്ടോ? ഓരോ തവണയും സാറിങ്ങനെ കൊണ്ടുവരും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസ് കാണുന്നുണ്ടല്ലോ ഇവിടെ നിന്നിട്ട്. ആ കാണുന്ന സമയത്ത് നമുക്ക് ടെൻഷനാണോ അതോ ഇതിനേക്കാളും അടിപൊളിയാക്കും ഞങ്ങൾ, അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ആണോ തോന്നാറ്? ഇതിനെല്ലാം അടിപൊളിയാക്കും കോൺഫിഡൻസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും പേര് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഷറഫിയ, അമീന, ആഷ്ന, ഫിദ, ശ്രീഭദ്ര, തേജ, വൈഷ്ണവി, ഫിദാഫ്രി, തനുൽ ഫാത്തിമ, മുഫിദ, അനശ്വര്യ, കൃതിക, ഫിസാഫത്ത്, ഋഷാന, ആയിഷ ബഷീർ, ഉത്തര, അയന, ഷിഫ, ദൃശ്യ. എല്ലാവരും രാവിലെ നേരത്തെ എനിക്ക് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. വിശക്കുന്നുണ്ടായിരുന്നോ നമ്മൾ മത്സരിക്കാൻ കയറുന്നതിന് മുൻപായിട്ട്? ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വിശക്കുന്നുണ്ടോ? ഇനി റിസൾട്ടൊക്കെ വന്നിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനല്ലേ? അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ടാണ് പോവുക. അതിന് മുമ്പ് റിസൾട്ടും വരും. അപ്പോൾ റിസൾട്ട് അറിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടിപൊളി റിസൾട്ട് ആവട്ടെ, അടിപൊളി പെർഫോമൻസ് ഇനിയും അടുത്ത ലെവലിലൊക്കെ പോകുമ്പോൾ കാഴ്ചവെക്കാനായിട്ട് പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ ഒരു അടിപൊളി പെർഫോമൻസ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത മാഷാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ? നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട ഇത് അവർ കാണിച്ചുകൂടാ, എന്നിട്ടപ്പുറം ഇല്ല അവർക്ക് ചെയ്യാവുന്ന അത്രയും മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അല്ലേ? അതെ അതെ അതെ. എത്ര കാലത്തെ ഒരു പരിശീലനമാണ് ഇന്നിപ്പോ ഇവിടെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്? ഇത് ഇയറിൽ 6 മാസം തുടങ്ങി. പിന്നെ കഴിഞ്ഞ പോലത്തെ കുട്ടികളുണ്ട്, പുതിയ കുട്ടികൾ 6 മാസമാണ് അവിടെ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ കഴിഞ്ഞ പോലത്തെ മൂന്നാമത്തെ വർഷം ഇറങ്ങുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്റ്റേറ്റ് വിന്നേഴ്സ് ആയിരുന്നു. ഓ, ആ ഒരു കോൺഫിഡൻസ് അത് ചെറുതല്ല. കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് ലെവലിൽ വിന്നറായി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഇപ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് അല്ലേ? അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ഉണ്ട്. പിന്നെ ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോകാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണല്ലേ മിസ്? അതെ അതെ, തീർച്ചയായും ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ഒരു വലിയൊരു ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് റോസ്. HM ആണ്, മേരി സിബിൾ എന്ന് പേര്. കുട്ടികളുടെ കഠിനമായ അധ്വാനം ദൈവം അതിനുള്ള പ്രതിഫലം തരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സിസ്റ്ററുടെ പേര് പറയും. ഞാൻ തിവ, സിസ്റ്റർ നീതു. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് അതുപോലെ പാരൻസ് ഉണ്ട്. പാരൻസും ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയോ? ഷാമില, സൈദിത, എൻ്റെ പേര് സന്തോഷി, ഷജില, സൽന, ഷെറീന. ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണാനായിട്ട് വന്നതാണല്ലോ, രാവിലെ നേരത്തെ എത്തിയല്ലേ? അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നാളത്തെ പ്രയത്നം, അത് വളരെ മനോഹരമായി തന്നെ അവർ അവതരിപ്പിച്ചു. അതിനൊരു സമ്മാനം കൂടി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു പെർഫോമൻസ് ആണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഇനിയും പരിചയപ്പെടാൻ ആളുകളുണ്ട്. പേരൻ്റാണ് ഷീജ. അതുപോലെ നാളായിട്ടുള്ള ഒരു പരിശ്രമമാണത്. അപ്പോൾ അതിന് എന്തായാലും ഞങ്ങൾക്ക് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെ പാരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു റിസൾട്ട് കേൾക്കാനായിട്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും സ്റ്റേറ്റ് ലെവലിൽ എത്താം, വിന്നേഴ്സ് ആവാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന്
കാത്തിരിപ്പിനൊടുവിൽ റിസൾട്ട് വന്നപ്പോ വീണ്ടും സ്റ്റേറ്റ് ലെവലിലേക്ക് തൃശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ആരാ? OLFGHS സ്കൂളിലെ നമ്മുടെ ഈ പുലിക്കുട്ടികളാണ് വീണ്ടും നമ്മുടെ തൃശൂരിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ രണ്ടാം തവണ സ്റ്റേറ്റ് ലെവലിലേക്ക് പോവാണ് അല്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ശരിക്കും ഇപ്പോൾ കണക്കൂട്ടുമ്പോൾ ഒരു ആറാമത്തെ തവണയാണ്. കണ്ടിന്യൂസ്ലി പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞൊരു ബ്രേക്ക് വന്നായിരുന്നു. ഡിസ്ട്രിക്റ്റിൽ ഒരു ബ്രേക്ക് വന്നു. കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ടീമാണ് പോലെ ആ ടീം സ്റ്റേറ്റ് വന്നപ്പോൾ അവർക്ക് ബി ഗ്രേഡ്, ഞങ്ങൾ കോട്ട് വഴി പോയി അവിടെ എ ഗ്രേഡ് വാങ്ങിച്ചു. അതിന് മുമ്പ് ഒരു അടുപ്പിച്ച് 4 കൊല്ലം ഞങ്ങൾ തന്നെ. അപ്പൊ ഇത് നമുക്ക് പുത്തരിയല്ല, എല്ലാ വർഷവും സ്റ്റേറ്റിൽ മത്സരത്തിന് പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വർഷം അപ്പൊ നമ്മൾ തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്ത് ബാൻഡ് മേളത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ആ ഒരു റെപ്രസെന്റ് ചെയ്ത് പോകാനായിട്ട് അവസരം കിട്ടിയിരിക്കുകയാണല്ലോ. ഇനി എങ്ങനെയാ ഉഷാറാക്കും? ഇനി പ്രാക്ടീസ് ഉഷാറായിട്ട് തന്നെ പോകും. ഇതിപ്പോ നമ്മൾ എത്ര നാളത്തെ ഒരു പരിശീലനമാണെന്ന് പറയാം ഏകദേശം? ഞങ്ങളൊരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ തുടങ്ങി കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഒന്ന് ടീം ബിൽഡായി വന്നപ്പോൾ ജൂൺ ജൂലൈ ആ ഒരു ടൈം ആയിരുന്നു. പക്ഷേ 4ാമത്തെ ടീമാണ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ട്രിവാൻഡ്രം, കൊല്ലം, തൃശ്ശൂര്, കോഴിക്കോട്. ആഹാ, നിങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറയോ? അരുൺ, എറണാകുളം തേവര. ഗോപകുമാർ, കുമ്പളം, എറണാകുളം. നിതിൻ, തേവര, എറണാകുളം. അപ്പോഴേ ഈ എറണാകുളത്ത് നിന്ന് പോകുന്നതാണോ ഒരു ടീമിനെ പഠിപ്പിച്ചു വിടുന്നതാണോ അത് മറ്റിപ്പോ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ ഒരു ടീമിനെ കൊണ്ടുപോകുന്നത്? അപ്പൊ ഏത് എറണാകുളത്തെ ടീം ഉണ്ടായിരുന്നു. അവിടെ ഡിസ്ട്രിക്ട് കഴിഞ്ഞവർക്ക് ഇപ്രാവശ്യം എല്ലാം പുതിയ കുട്ടികളെ അപ്പോൾ ഒരു തോൽവി തന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം അവരായിട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ തൃശ്ശൂരും എറണാകുളവും കോഴിക്കോടായിരുന്നു പോയിച്ച്. അപ്പൊ സ്റ്റേറ്റിൽ എത്തി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ടീമാണ് അല്ലേ? ആ സമയത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ ആയിരിക്കും, എല്ലാവരും നമ്മുടെ ആൾക്കാരാകുമ്പോഴേ. പക്ഷെ അവിടെ നമുക്ക് എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റിന് തുല്യമാണ്. അവിടെ നമ്മുടെ കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതെ, അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികൾക്കും എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടുമ്പോഴും നമുക്ക് സന്തോഷമാണല്ലോ. സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ കുട്ടികളെല്ലാവരും ആ സ്റ്റേറ്റിൽ കോമ്പീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ കുട്ടികളെല്ലാം തന്നെ അങ്ങാടും കണക്റ്റഡുമാണ്. ഈ ജില്ലയിലുള്ള ഓരോ ജില്ലയിലുള്ള കുട്ടികളും അങ്ങാടും കണക്റ്റഡ്. ഇവർ ഒരുമിക്കുന്ന ഒരു റീയൂണിയനായിട്ട് കാണുന്നത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ അത് ഇവർ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് വരാമെന്നുള്ളൊരു സന്തോഷം 4 ജില്ലക്കാരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഭവമായിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ കാണുന്നത്. ഞങ്ങളെക്കാളും കൂടുതൽ ആവേശം കുട്ടികൾക്കാണ് എല്ലാവരും ഒരുമിച്ച് സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിൻ്റെ റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ഈ വർഷമല്ല, ഇനിയുള്ള എല്ലാ വർഷം ഇതുപോലെ എല്ലാ ജില്ലയിൽ നിന്നും നമ്മുടെ ടീം തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലെയുള്ള ഈ ഒരു വിജയം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റട്ടെ. താങ്ക് യു.